നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ബാംഗ്ലൂർ, മൈസൂർ കോളേജുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച കരിയർ ഗൈഡൻസിനും അഡ്മിഷനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഓറഞ്ച് എഡ്യു വേൾഡ്, സ്റ്റഡി അബ്രോഡ് ആൻഡ് ഇന്ത്യ, പൂക്കോട്ടുംപാടം, നിലമ്പൂർ. അമരമ്പലം പഞ്ചായത്തിലെ ടി.കെ. കോളനിയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ പരാക്രമത്തിന് അറുതിയാവുന്നില്ല. ചൊവ്വാഴ്ച രാത്രി എത്തിയ കാട്ടാനക്കൂട്ടം 100 കണക്കിന് വാഴകൾ നിലപ്പരിശാക്കി. ഒരാഴ്ചയിലധികമായി ടി.കെ. കോളനി, തേൾപ്പാറ, ആന്റണിക്കാട് ഭാഗങ്ങളിൽ കാട്ടാനക്കൂട്ടത്തിന്റെ പരാക്രമം തുടങ്ങിയിട്ട് ജനവാസ മേഖലയിൽ കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടാനകൾ വ്യാപകമായ നാശം വരുത്തിയാണ് മടങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തേൾപ്പാറയിലുള്ള സുഷമ പ്ലാന്റേഷനിലും നാലപ്പാട്ട് എസ്റ്റേറ്റിലുമായിട്ടാണ് കാട്ടാനകൾ നാശം വരുത്തിയതെങ്കിൽ ചൊവ്വാഴ്ച രാത്രി ആന്റണിക്കാട്ടിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. ഇവിടെ പാട്ടത്തിന് കൃഷി നടത്തുന്ന നെച്ചിക്കാടൻ ഷറഫുദ്ദീന്റെ വാഴകളും കപ്പയുമാണ് നശിപ്പിച്ചത്. ഏകദേശം 200-നടുത്ത് നേന്ത്രവാഴകളും 50ഓളം മുരട് കപ്പയും ആന നശിപ്പിച്ചിട്ടുണ്ട്. വേനൽ സമയത്ത് വെള്ളം നനച്ചും ഉയർന്ന വില നൽകി രാസവളങ്ങളിട്ടും പരിചരിച്ച കൃഷിയാണ് നശിപ്പിച്ചത്. ഭീമമായ നഷ്ടം സംഭവിച്ചതായി ഷറഫുദ്ദീൻ പറഞ്ഞു. ഒരു 100-100 ചില്ല വാഴ പോയി. പിന്നെ അടുത്തുള്ള ഭാഗത്തൊക്കെ ഭയങ്കര കവുങ്ങും ഇതൊക്കെ നശിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ആന കൂട്ടായിരുന്നു. ഇത് പാട്ടത്തിനടുത്ത സ്ഥലമാണ്. ഇത് 1500 വാഴന്റെ അടുത്തുണ്ട്. വളത്തിനൊക്കെ നല്ല ചെലവൊക്കെ വന്നു. വളത്തിനൊക്കെ ഇപ്പൊ ഈ യുദ്ധമായോണ്ട് ഇപ്പോ സാധനത്തിനൊക്കെ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂടാതെ വിവിധ കർഷകരുടേതായി തെങ്ങ്, കമുക്, വാഴ, മാവ്, പ്ലാവ്, പന തുടങ്ങിയവയും നശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെയും സുഷമ പ്ലാന്റേഷനിലെ കൃഷിയിടങ്ങളിലും ആനക്കൂട്ടമെത്തി നാശം വരുത്തിയിട്ടുണ്ട്. മാവുകളും കൃഷിയുടെ സംരക്ഷണ വേലിയുമാണ് നാശം വരുത്തിയിട്ടുള്ളത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ച് നടക്കുകയാണ്. ആഴ്ചകൾ പിന്നിട്ടിട്ടും ഈ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്കാവുന്നില്ല. രാത്രി നേരങ്ങളിൽ വനം വകുപ്പിന്റെ പട്രോളിംഗ് ഉൾപ്പെടെ നടത്തി കാട്ടാന ഭീതിക്ക് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവണമെന്ന് നാട്ടുകാരും കർഷകരും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.